നമസ്കാരം. ഇന്ന് മീനം 1 പുതിയ മാസം ആരംഭിച്ചിരിക്കുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന വഴിപാടുകൾ കൂടി ഇവർ ചെയ്ത് ഈ മാസം മുന്നോട്ട് പോവുക. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിക്കുക, അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ചെയ്യുന്നു എങ്കിൽ പോലും വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി വിജയങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും പ്രവർത്തിച്ചാലും അനുകൂലമായ ഫലങ്ങൾ, ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു മാസമാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ശുഭഫലങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ, ഐശ്വര്യം വർദ്ധിക്കുക, ഐക്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസമാധാനം ലഭിക്കാവുന്ന ഒരു മാസം തന്നെയാണ്. മംഗളകരമായ ചില കാര്യങ്ങൾ, പ്രധാനമായും പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളാണ് എങ്കിലും മെച്ചപ്പെടാനുള്ള സാധ്യത കൂടുതലാകുന്നു. വിജയങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടാം. കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാകുന്നു. അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെ വന്നു ചേരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മീനമാസം അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ പലവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് കടന്നു വരിക. ഭാവിയെക്കുറിച്ചുള്ള പലവിധ ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. അതൊരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. പുറത്ത് കാണിക്കാത്തതായ പലവിധ ആശങ്കകൾക്കും ഒരു പരിധിവരെ പരിഹാരങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകന്നു പോകാം. തൊടുന്നതെല്ലാം അബദ്ധമായി ഭവിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരും. വച്ചടി ഉയർച്ച വന്നു ചേരുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇവരെ വീട്ടിൽ തീർച്ചയായും സന്തോഷം വന്ന് ഭവിക്കാവുന്ന സമയമാണ്. അത്തരം സാഹചര്യങ്ങളാണ് കടന്നു വരിക. സ്വർഗതുല്യമായ ചില നേട്ടങ്ങൾ തൊഴിൽപരമായോ ബിസിനസ് പരമായോ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാണ്. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ ഒരു പരിധിവരെ അകന്നു പോകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ മാസം മീനമാസം പൊതുവിൽ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. എന്നാൽ എടുത്തുചാട്ടവും മുൻകോപവും ഒഴിവാക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊടുന്നതെല്ലാം അബദ്ധമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഉയർച്ച ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചാലും അത് ലഭിക്കാത്തതായ സാഹചര്യം. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു മാസമാണ് മുൻപിലുള്ളത്. ഈ സമയം നേട്ടങ്ങളോ ഉയർച്ചയോ ഇല്ലാത്തതായ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ കടന്ന് വരാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ചില വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്. പിന്തുണ ലഭിക്കാവുന്നതുമാണ്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായ ചില കാര്യങ്ങൾ സ്വയം ചെയ്യുവാൻ സാധിക്കും. ചില മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന ചിന്ത നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. വിചാരിക്കുന്നതിനേക്കാൾ അനുകൂലമായ ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ കടന്നു വരും.
പരിഹാസവും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥകൾ പതുക്കെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. കൂടാതെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടാൻ സാധിക്കാത്തതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ഭാഗ്യദോഷങ്ങൾ അകലുന്നതായ സമയമാകുന്നു. നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചിന്ത ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് മീനമാസം. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ധനം കൈകാര്യം ചെയ്യുമ്പോൾ, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക. എടുത്തുചാട്ടം, മുൻകോപം ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. ധനം അനിവാര്യമായ ഒരു സമയമാണ്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ, അനുകൂലമായ ഫലങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില ദുഃഖങ്ങൾ മറ്റുള്ളവർ അറിയാതെ പോലും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് കഴിവുള്ളവരാണ്. ആ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ, തന്മൂലം പ്രശംസ നേടിയെടുക്കുക, തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സന്തോഷ വാർത്തകൾ, ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുക. അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരിക. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും ഭാഗ്യം കൊണ്ട് കാര്യങ്ങൾ അനുകൂലമാവുകയോ രക്ഷപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം. ബിസിനസ് പരമായ ഉയർച്ച, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ശരിയായ രീതിയിലുള്ള പ്രവൃത്തികൾ ഈ സമയം അനിവാര്യമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ സാഹചര്യം. പ്രധാനമായും തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. വിള്ളൽ ബന്ധങ്ങളിൽ വീഴുകയോ ബന്ധങ്ങൾ മൂലം വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയോ ചെയ്യുന്നു. ശത്രുക്കൾ മൂലം നിങ്ങൾക്ക് വിജയ സാധ്യതകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രതികൂലമായി തീരുന്നു. പറ്റിക്കപ്പെടുന്നതായ സാഹചര്യം, വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായ സമയം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരാവുന്ന ഒരു മാസം തന്നെയാണ് മീനമാസം. പ്രധാനമായും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം യശസ്, സൽകീർത്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തലവര തെളിഞ്ഞു എന്ന് തോന്നുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം സന്തോഷം, ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. കാര്യ തടസ്സങ്ങൾ അകന്ന് ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാം. കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, പിന്തുണ സുഹൃത്തുക്കളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ നിങ്ങൾക്ക് വന്നു ചേരാം. കൈവായ്പകൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയോ ആവശ്യ സമയത്ത് ധനപരമായ ചില സഹായങ്ങൾ ലഭിക്കുകയോ ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ധനം അത് ബാങ്കുമായി ബന്ധപ്പെട്ടോ ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം, ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പൂരം നക്ഷത്രക്കാർക്ക് പ്രധാനമായും നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ അനിവാര്യമായി കണ്ടെത്തേണ്ടതായ ഒരു മാസം തന്നെയാണ് മീനമാസം. എന്നാൽ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. സൗഭാഗ്യം നിങ്ങളെ തേടിയെത്താം.
പ്രധാനമായും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. താൽക്കാലിക തൊഴിലാണ് എങ്കിലും ലഭിക്കാം. പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ചില ചതികളിൽ നിന്നും രക്ഷപ്പെടുവാനോ സാധിക്കും. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കാരണം പല കാര്യങ്ങളിലും വിജയ സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഉയർച്ചയുടെ നാളുകളാണ് എന്ന് തന്നെ പരാമർശിക്കാം. കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ പല വിധത്തിലും വിഷമകരമായ കാര്യങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് വാസ്തവം. അതിൽ താൽക്കാലികമായ പരിഹാരമെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാം. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നുചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയുക. ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. മീനമാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ അനിവാര്യമാണ് എങ്കിലും ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ പരാജയങ്ങൾ നേരിടുന്നു എന്നത് നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാര്യതടസ്സങ്ങൾ, വിജയങ്ങൾ അകന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഫലങ്ങളാണ് വന്നു ചേരുക. മീനമാസവുമായി ബന്ധപ്പെട്ട് ഗജകേശ്വരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാവുന്ന മാസമാണ്. പുതിയ കാര്യങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ട് എങ്കിലും അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങളോ മുതിർന്ന അംഗങ്ങളോ ആയി ബന്ധപ്പെട്ടും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കുടുംബത്തിന് മംഗളകരമായ കാര്യങ്ങൾ ഇവർ മൂലം സംഭവിക്കുന്നതായ സമയമാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അല്പം വർദ്ധിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ, വീടുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. രക്ഷപ്പെടാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രധാനമായും പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങളോ വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ ആശ്വാസം ലഭിച്ചു എന്ന് വരാം. പ്രതിസന്ധികൾ അകലുന്നതായ സമയമാകുന്നു. തൊടുന്നതെല്ലാം പൊന്നായി തീരുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. തൊഴിൽ ഭാഗ്യം, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക. കൂടാതെ നിങ്ങൾക്ക് ശരിയാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും നിങ്ങളെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങളിൽ പരിഹാരങ്ങൾ പോലും കണ്ടെത്തുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്തതായ ചില തിരിച്ചടികൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാത്ത ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങൾ, പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുകയും പുറത്ത് കാണിക്കാത്തതായ പ്രശ്നങ്ങൾക്കാണ് എങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ ഈ സമയത്ത് ശുഭകരമായ അല്ലെങ്കിൽ ജീവിതം പച്ചപിടിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതിസന്ധികൾ തൊടുന്നതെല്ലാം അബദ്ധമാകുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷപൂർണമായ ചില കാര്യങ്ങൾ, ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീടിന് സന്തോഷം പകരുന്നതായ ചില സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. സ്വർഗതുല്യമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. തലവര തെളിയുന്നതായ സമയമാണ്. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങളാകാം. ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പരിഹാസവും കുറ്റപ്പെടുത്തലുകളും
പല അവസരങ്ങളിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി അഥവാ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യങ്ങൾ അകലുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യങ്ങൾ ഒരു പരിധിവരെ അവസാനിച്ച് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഇവരിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ, അനിവാര്യമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിലെടുത്ത് കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്ന കാര്യം പ്രധാനമായും ഓർക്കണം. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ ഈ സമയം ഇവർക്ക് വിജയങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം, അത്തരത്തിൽ ലഭിക്കാം. ധനപരമായ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ മുന്നേറ്റങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. നീതിബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ജോലിയിൽ ഉയർച്ച, അനുകൂലമായ ഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. വിചാരിച്ച കാര്യങ്ങൾ പോലും നടപ്പിലാക്കുവാൻ സാധിക്കും. വാഹനയോഗം പോലും വന്നു ചേരാം. തുടർന്നതെല്ലാം പൊന്നായി തീരുന്ന സാഹചര്യം പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം ചില പ്രശ്നങ്ങൾ കടന്നു വരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ മീനമാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന ഒരു മാസം തന്നെയാണ് മീനമാസം. ചില കാര്യങ്ങൾ പ്രധാനമായും ഇവർക്ക് സംഭവിക്കാം. അത് കാര്യ വിജയങ്ങൾ തന്നെയാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വർദ്ധിക്കുന്നു എന്ന പ്രത്യേകത ഇവർക്കുണ്ട്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ സമ്പൽ സമൃദ്ധിക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ പൂർണ്ണമായും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല മാർഗങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ദുഃഖം നൽകിയതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിയും. സമാധാനം വന്നു ചേരും. ജോലി ലഭിക്കാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പരിശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കുവാൻ ചില വ്യക്തികൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളുടെ സഹായം ലഭിച്ചില്ല എന്നും വരാം. ഈ സമയം ധനപരമായ കാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്ന ധനം ലഭിക്കുക, സഹായം അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. എന്നാൽ എടുത്തുചാട്ടം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മുൻകോപം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും വാക്ക് പൂർണ്ണമായും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അബദ്ധം പിണയാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മാസാദ്യ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ഈ വഴിപാടുകൾ തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക.